ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിലൊന്നായ റഫാൽ ഇന്ത്യയുടെ ആകാശത്ത് വട്ടമിട്ട് പറക്കാൻ തുടങ്ങിയിട്ട് അധിക കാലമായില്ല. എന്നാൽ ഇപ്പോൾ കേൾക്കുന്നത് അതിനേക്കാൾ വലിയൊരു വാർത്തയാണ്. ഭാരതത്തിന്റെ അതിർത്തികൾ കാക്കാൻ 114 പുതിയ റഫാൽ വിമാനങ്ങൾ കൂടി എത്തുകയാണ്. വെറും ഒരു വാങ്ങലല്ല ഇത്. 3.25 ലക്ഷം കോടി രൂപയുടെ ലോകം ഉറ്റുനോക്കുന്ന വമ്പൻ കരാർ. ചൈനയ്ക്കും പാകിസ്ഥാനും ഒരുപോലെ മുന്നറിയിപ്പ് നൽകുന്ന ഈ നീക്കം ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പോവുകയാണ്. എന്താണ് ഈ കരാറിന് പിന്നിലെ രഹസ്യങ്ങൾ? എന്തുകൊണ്ട് ഇന്ത്യ വീണ്ടും റഫാലിനെ തന്നെ തിരഞ്ഞെടുത്തോ? നമുക്ക് നോക്കാം. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിലവിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സ്ക്വാഡ്രനുകളുടെ കുറവാണ്. ശത്രു രാജ്യങ്ങളിൽ നിന്ന് ഒരേ സമയം ഭീഷണി നേരിടാൻ ഇന്ത്യക്ക് 42 സ്ക്വാഡ്രനുകൾ വേണമെന്നാണ് കണക്ക്. എന്നാൽ പഴയ വിമാനങ്ങൾ വിരമിച്ചതോടെ ഇത് 30-31 ചുരുങ്ങി. ഈ വിടവ് നികത്താനാണ് 114 MRFA വിമാനങ്ങൾക്കായുള്ള ഈ പദ്ധതി. ഇതിൽ 88 വിമാനങ്ങൾ ഒറ്റ സീറ്റുള്ളവയും 26 എണ്ണം പരിശീലനത്തിനും യുദ്ധത്തിനും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഇരട്ട സീറ്റുള്ളവയുമാണ്. ഇത് വരുന്നതോടെ വ്യോമസേനയുടെ ആത്മവിശ്വാസം വാനോളം ഉയരും. ഈ കരാറിനെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇതിലെ മേക്ക് ഇൻ ഇന്ത്യ വിഹിതമാണ്. 114 വിമാനങ്ങളിൽ വെറും 18 എണ്ണം മാത്രമാണ് ഫ്രാൻസിലെ ദസാൾട്ട് ഏവിയേഷനിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നത്. ബാക്കി 96 വിമാനങ്ങളും ഇന്ത്യയിലെ ഒരു സ്വകാര്യ കമ്പനിയുമായി ചേർന്ന്, ഉദാഹരണത്തിന് ടാറ്റയോ അദാനിയോ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും. ഇത് വെറും ഒരു നിർമ്മാണമല്ല, ഭാവിയിൽ ഇന്ത്യ ഒരു ആഗോള പ്രതിരോധ ഹബ്ബാക്കി മാറ്റാനുള്ള നീക്കമാണ്. 60% ഇന്ത്യൻ ഭാഗങ്ങൾ ഈ വിമാനങ്ങളിൽ ഉണ്ടാകും. ഇതിലൂടെ സാങ്കേതിക വിദ്യ കൈമാറ്റം സാധ്യമാവുകയും ഇന്ത്യക്ക് സ്വന്തമായി വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷി വർദ്ധിക്കുകയും ചെയ്യും. ഇത്തവണ വരുന്നത് വെറും റഫാൽ അല്ല, മറിച്ച് അതിന്റെ ഏറ്റവും പുതിയ പതിപ്പായ F4 സ്റ്റാൻഡേർഡ് ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിന്റെ പ്രത്യേകത നോക്കാം. മെച്ചപ്പെടുത്തിയ റഡാർ സംവിധാനങ്ങൾ, ശത്രുക്കളുടെ റഡാറുകളെ കണ്ണുവെട്ടിക്കാനുള്ള ഇലക്ട്രോണിക് വാൽഫെയർ സിസ്റ്റം, പിന്നെ മാരകമായ മിസൈലുകൾ. 150 കിലോമീറ്റർ അകലെയുള്ള ശത്രുവിനെ കാണാതെ തന്നെ തകർക്കാൻ ശേഷിയുള്ള മീറ്റിയോർ മിസൈലുകൾ ഇതിലുണ്ട്. കൂടാതെ ചൈനീസ് അതിർത്തിയിലെ ലഡാക്ക് പോലുള്ള തണുപ്പേറിയ മലനിരകളിൽ പെട്ടെന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള എഞ്ചിൻ മോഡിഫിക്കേഷനുകളും ഇന്ത്യക്കായി പ്രത്യേകമായി ഇതിൽ ഉൾപ്പെടുത്തും. എന്തിനാണ് ഇന്ത്യ ഇത്രയധികം പണം മുടക്കി ഈ വിമാനങ്ങൾ വാങ്ങുന്നത്? ഉത്തരം വ്യക്തമാണ്. ലഡാക്കും അരുണാചൽ പ്രദേശും ചൈനയുടെ J-20 വിമാനങ്ങളെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് റഫാൽ പോലുള്ള വിശ്വസ്തനായ ഒരു പോരാളി വേണം. ഒരു റഫാലിന് ശത്രുക്കളുടെ 3-4 വിമാനങ്ങളെ ഒരേ സമയം നേരിടാനുള്ള ശേഷിയുണ്ട്. ചൈനയുടെ S-400 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ പോലും മറികടക്കാൻ റഫാലിന്റെ അത്യാധുനിക സെൻസറുകൾക്ക് സാധിക്കും. ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഹിമാലയൻ അതിർത്തിയിലും ഇന്ത്യയെ അജേയരാക്കി മാറ്റും. പലരും ചോദിക്കാറുണ്ട്, നമുക്കിപ്പോൾ തന്നെ വിമാനങ്ങളില്ലേ എന്ന്. സത്യത്തിൽ നമ്മുടെ അതിർത്തികൾ കാക്കാൻ വേണ്ടത്ര വിമാനങ്ങൾ ഇപ്പോൾ വ്യോമസേനയുടെ പക്കലില്ല. പഴയ വിമാനങ്ങൾ പലതും വിരമിച്ചു കഴിഞ്ഞു. നമുക്ക് 42 വിമാനക്കൂട്ടങ്ങൾ വേണമെന്നാണ് കണക്ക്. പക്ഷെ ഇപ്പോൾ ഉള്ളത് 30 എണ്ണം മാത്രമാണ്. ഈ കുറവ് പരിഹരിക്കാനാണ് 114 വിമാനങ്ങൾ വാങ്ങുന്നത്. ഇത് വരുന്നതോടെ നമ്മുടെ വായുസേന ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റൊന്നായി മാറും. റഫാലിനെ വെറും ഒരു വിമാനം എന്ന് വിളിക്കാൻ പറ്റില്ല. ഇതൊരു പറക്കുന്ന കമ്പ്യൂട്ടറാണ്. ഇതിലെ സ്പെക്ട്ര എന്ന സിസ്റ്റം ശത്രുക്കളുടെ റഡാറുകളെ കബളിപ്പിക്കും. അതായത് ശത്രുവിന് നമ്മളെ കാണാൻ കഴിയില്ല, പക്ഷേ നമുക്ക് അവരെ വ്യക്തമായി കാണാം. ഇതിലെ മീറ്റിയോർ മിസൈലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. 150 കിലോമീറ്റർ ദൂരെയുള്ള ശത്രുവിനെ ഇത് കൃത്യമായി പിടികൂടും. ശത്രു വിമാനം വെട്ടിച്ചു മാറ്റാൻ നോക്കിയാൽ പോലും ഈ മിസൈൽ അവരെ വിടാതെ പിന്തുടർന്ന് തകർക്കും. ലോകത്ത് മറ്റൊരു മിസൈലിനും ഇത്രയും കൃത്യതയില്ല. ചൈനയുടെ പക്കൽ റഫാലിനേക്കാൾ വലിയ വിമാനങ്ങൾ ഉണ്ടെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഹിമാലയൻ മലനിരകളിൽ റഫാലിനോളം വേഗതയോ കരുത്തോ ആർക്കുമില്ല. ലഡാക്ക് പോലെ വായു കുറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് പോലും പെട്ടെന്ന് പറന്നുയരാൻ റഫാലിന് പ്രത്യേക കഴിവുണ്ട്. ഇന്ത്യൻ പൈലറ്റുമാർക്ക് ഈ വിമാനം അത്രമേൽ പ്രിയപ്പെട്ടതാണ്. കാരണം യുദ്ധഭൂമിയിൽ ഒരു പൈലറ്റിന് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച സുരക്ഷ റഫാൽ ഉറപ്പു നൽകുന്നുണ്ട്. റഫാൽ എന്നാൽ ഫ്രഞ്ച് ഭാഷയിൽ കാറ്റടിക്കൽ അല്ലെങ്കിൽ തീജ്വാല എന്നാണ് അർത്ഥം. പേര് പോലെ തന്നെ ഇതിന്റെ ഓരോ നീക്കവും തീ പാറുന്നതാണ്. എന്നാൽ ഇന്ത്യ വാങ്ങുന്ന ഈ 114 വിമാനങ്ങളിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ 13 മാറ്റങ്ങൾ ഈ വിമാനത്തിൽ വരുത്തുന്നുണ്ട്. ഉദാഹരണത്തിന് ലഡാക്ക് പോലെ വായു കുറഞ്ഞ തണുപ്പേറിയ സ്ഥലങ്ങളിൽ നിന്ന് പെട്ടെന്ന് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ ഇതിലുണ്ട്. ഇത് ലോകത്തെ മറ്റൊരു രാജ്യത്തിനും ഫ്രാൻസ് നൽകിയിട്ടില്ല. ഭാരതത്തിന് മാത്രം നൽകുന്ന ആ പ്രത്യേക കരുത്താണിത്. പലരും വിചാരിക്കുന്നത് വിമാനത്തിന്റെ വേഗതയാണ് പ്രധാനമെന്നാണ്. എന്നാൽ റഫാലിന്റെ കരുത്ത് അതിന്റെ മിസൈലുകളാണ്.
ഇതിൽ മീറ്റിയോർ എന്നൊരു മിസൈൽ ഉണ്ട്. ഇത് വിട്ടാൽ പിന്നെ ശത്രുവിന് രക്ഷപ്പെടാൻ കഴിയില്ല. 150 കിലോമീറ്റർ ദൂരെയുള്ള ശത്രുവിനെ ഇത് പിന്തുടർന്ന് പിടിക്കും. കൂടാതെ സ്കാൽപ് എന്നൊരു മിസൈൽ ഉണ്ട്. ശത്രുവിന്റെ ഭൂഗർഭ താവളങ്ങൾ തകർക്കാൻ ഇതിന് കഴിയും. 114 വിമാനങ്ങൾ വരുമ്പോൾ ഇത്തരം ആയിരക്കണക്കിന് മിസൈലുകൾ നമ്മളുടെ കൈവശമുണ്ടാകും. അതായത് ആകാശത്ത് നിന്ന് ഒരേ സമയം പല ലക്ഷ്യങ്ങളെ തകർക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ കണ്ടതുപോലെ 114 റഫാൽ വിമാനങ്ങൾ എന്നത് വെറും ഒരു പ്രതിരോധ കരാറല്ല. അത് ആഗോളതലത്തിൽ ഭാരതത്തിന്റെ മാറിയ കരുത്തിന്റെ അടയാളമാണ്. ശത്രുവിനെ ആക്രമിക്കാനല്ല, മറിച്ച് നമ്മുടെ അതിർത്തികൾ ആരും കൊതിക്കണ്ണോടെ നോക്കാതിരിക്കാനുള്ള ഒരു കവചമാണ് ഈ വിമാനങ്ങൾ. ഒരിക്കൽ നാം വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിമാനങ്ങൾക്കായി കാത്തു നിന്നിരുന്നെങ്കിൽ ഇന്ന് അവ നമ്മുടെ മണ്ണിൽ നമ്മുടെ എഞ്ചിനീയർമാരുടെ കൈകളാൽ നിർമ്മിക്കപ്പെടാൻ പോവുകയാണ്. ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഏറ്റവും വലിയ കുതിച്ചുചാട്ടമാണിത്. ഈ 114 വിമാനങ്ങൾ കൂടി എത്തുന്നതോടെ ഇന്ത്യൻ വ്യോമസേനയുടെ ഗർജനം ഏഷ്യൻ വൻകരയിൽ പുതിയ ചരിത്രം കുറിക്കും എന്നതിൽ സംശയമില്ല. ഈ കരാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇതിൽ മിക്ക വിമാനങ്ങളും നിർമ്മിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. ആകെ വാങ്ങുന്ന 114 വിമാനങ്ങളിൽ 18 എണ്ണം മാത്രമേ ഫ്രാൻസിൽ നിന്ന് നേരിട്ട് കൊണ്ടുവരുന്നുള്ളൂ. ബാക്കി 96 എണ്ണവും ഇന്ത്യയിലെ കമ്പനികളുമായി ചേർന്ന് നമ്മുടെ നാട്ടിൽ തന്നെ നിർമ്മിക്കും. ഇതുവഴി നമ്മുടെ നാട്ടിലെ ആയിരക്കണക്കിന് ആളുകൾ ജോലി ലഭിക്കും. മാത്രമല്ല ഭാവിയിൽ നമുക്ക് സ്വന്തമായി ഇത്തരം യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കാനുള്ള അറിവും ഇതിലൂടെ ലഭിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ റഫാലിനെ തന്നെ വീണ്ടും തിരഞ്ഞെടുത്തത്? കാരണം ഇതിന്റെ ബുദ്ധിയാണ്. ശത്രുക്കളുടെ വിമാനം എവിടെയുണ്ടെന്ന് വളരെ ദൂരെ നിന്നും തന്നെ കണ്ടെത്താൻ ഇതിന് കഴിയും. മാത്രമല്ല ശത്രുക്കളുടെ കണ്ണിൽ പെടാതെ ഒളിച്ചു പറക്കാനും ഇതിന് പ്രത്യേക കഴിവുണ്ട്. ഇതിലുള്ള മിസൈലുകൾ 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തെ കൃത്യമായി തകർക്കും. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഏത് കാലാവസ്ഥയിലും പറക്കാൻ ഇതിന് സാധിക്കും. ചൈനീസ് അതിർത്തിയിലെ മഞ്ഞുമലകൾക്ക് മുകളിലൂടെ പറക്കാൻ റഫാലിനെ പോലെ മികച്ച മറ്റൊരു വിമാനമില്ല. നമ്മുടെ അയൽക്കാരായ ചൈനയ്ക്കും പാകിസ്ഥാനും റഫാലിനെ പേടിയാണ്. കാരണം അവരുടെ വിമാനങ്ങളെക്കാൾ സാങ്കേതികമായി ഏറെ മുന്നിലാണ് റഫാൽ. ഒരിക്കൽ റഫാൽ ആകാശത്തുയർന്നാൽ പിന്നെ ആ വഴിക്ക് വരാൻ ശത്രുക്കൾ ഒന്ന് ഭയക്കും. 2019 ബാലാക്കോട്ട് ആക്രമണ സമയത്ത് നമ്മുടെ പക്കൽ റഫാൽ ഉണ്ടായിരുന്നുവെങ്കിൽ കഥ മറ്റൊന്നായേനെ എന്ന് പല വിദഗ്ധരും പറയുന്നുണ്ട്. അത്രത്തോളം കരുത്താണ് ഈ വിമാനത്തിന്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോയുടെ സന്ദർശനത്തോടെ ഈ സ്വപ്ന കരാറിന് വേഗത കൂടുകയാണ്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിനാണ് നാം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ആകാശത്തിന്റെ അധീപനായി ഭാരതം മാറുന്ന കാലം വിദൂരമല്ല. ഈ കരുത്ത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സമാധാനത്തിനും അത്യന്താപേക്ഷിതമാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.